വയനാടിന്റെ പൈതൃകവും സംസ്കാരവും തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വയനാട് ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാളേരിയിൽ വെച്ച് നടക്കുന്ന എങ്കളെ ആട്ടം എന്ന ഗോത്ര ഫെസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ഗോത്ര സംസ്കാരവും അവരുടെ വസ്ത്ര വൈവിധ്യവും ഭാഷാ വൈവിധ്യവും ആഹാര രീതികളും ആയോധന കലകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ PTA-യും അധ്യാപകരും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു ഗോത്ര ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കരിന്തണ്ടൻ്റെ രൂപവും പഴയ കുടിലുകളുടെ രൂപവും അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു സ്റ്റേജും ഒക്കെ ഈ പരിപാടിക്ക് മിഴിവേകുന്നു. അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗത തുടിയും മറ്റ് കലാരൂപങ്ങളും ആയോധന കലയായിട്ടുള്ള അമ്പെയ്ത്തും ഒക്കെ ഇവിടെ ഈ ഒരു ഗോത്ര ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ട് കുട്ടികൾ അധ്യാപകരുടെ കൂടെ സെൽഫി എടുക്കുകയാണ്. അവരുടെ കലാപരിപാടികൾ ഇതിനു ശേഷമുണ്ട്. കരിന്തണ്ടൻ്റെയും അതുപോലെ പഴശ്ശി രാജാവിൻ്റെ പ്രധാന പടയാളിയായിരുന്ന തലക്കൽ ചന്തു എന്ന തലക്കര ചന്തുവിൻ്റെ പിൻതലമുറക്കാരുമായ ഈ ഗോത്ര വിദ്യാർത്ഥികൾ അവരുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും സ്കൂളിലെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും അമ്പെയ്ത്ത് മത്സരത്തിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളും പ്രധാന അധ്യാപകരും ഒക്കെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെയും മൺപാത്രങ്ങളുടെയും വിൽപ്പനയും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുപരിയായി ഗോത്രവർഗത്തിൻ്റെ സംസ്കാരം പ്രതിഫലിക്കുന്നതിനു വേണ്ടി അവരുടെ 100-ലധികം വരുന്ന ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെയും കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെയും ഒക്കെ പ്രദർശനം അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദർശനത്തിന് ശേഷം ഒരു സാംസ്കാരിക സമ്മേളനവും കൂടെ കലാപരിപാടികളും അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാവരും വന്ന എല്ലാ അതിഥികളും അവിടെ പ്രഘോഷിച്ചത് ഗോത്ര സംസ്കാരവും അവരുടെ ഭാഷയും മറ്റുള്ള വൈവിധ്യങ്ങളും ഒക്കെ എല്ലാവരും ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും അവരെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ട ബാധ്യതയെക്കുറിച്ചാണ്. ഇനി നമുക്ക് അവരുടെ പരിപാടികൾ ആസ്വദിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം.